ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ കുറേ ദിവസം മുമ്പ് ചെയ്തൊരു കുറേ ദിവസം മുമ്പ് കണ്ടൊരു വീഡിയോ ആണ്. അപ്പോൾ അത് ഇന്ന് ട്രൈ ചെയ്യാണ്. ബലൂണിൽ ഇങ്ങനെ പേപ്പേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തൊരു സംഭവം. പേപ്പേഴ്സ് അല്ല, സോറി, ടിഷ്യൂസ് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചിട്ട് ലാസ്റ്റ് ഇത് ഇതാക്കിയിട്ട് അതൊരു ആ ഷേപ്പിൽ കിട്ടില്ലേ, അതാണ് നമ്മൾ ഉണ്ടാക്കി നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊരു ബലൂൺ ഇട്ടിട്ടുണ്ട്. ഇതില്ല, ടിഷ്യൂ ഇല്ല, അപ്പോൾ പകരം പേപ്പറാണ് ഉപയോഗിക്കുന്നത്. പേപ്പർ എടുത്ത് ഒട്ടിക്കാം. നമ്മൾ വെള്ളം കൊണ്ടാണ് ഒട്ടിക്കുന്നത് കേട്ടോ. ഒട്ടിക്കുക, വെള്ളം ആക്കിയിട്ടുണ്ട് ഓൾറെഡി കേട്ടോ. ഇത്തിരി കട്ടിയൊക്കെ വേണം. നമ്മളിപ്പോൾ ഒരു സ്ഥലത്തിൽ പോയിട്ട് വന്നതാ ഞാൻ. ഒരുപാട് അമർത്തരുത്, അമർത്തി കഴിഞ്ഞാൽ അത് കയറിപ്പോവും. കാരണം അത് വെള്ളം നനഞ്ഞിരിക്കല്ലേ, അപ്പം അത് ഒന്ന് കയറിപ്പോവും അമർത്തി കഴിഞ്ഞാൽ. എന്നുവെച്ചാൽ ചെറുതായിട്ടല്ല, വലുതായിട്ട് അമർത്തി കഴിഞ്ഞാൽ അങ്ങനെ ഇവിടെയൊക്കെ പിടിച്ച് അങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇവിടെ വരിയും, അപ്പം അത് കയറും. പേപ്പർ എടുത്തിട്ടുണ്ട്, വെള്ളം എടുക്കുക. പേപ്പർ ഇതാട്ടോ. ഇത് ചെയ്യുമ്പോൾ താഴെ എന്ന് വെച്ചാൽ ചെയ്യുന്ന അവിടെയൊക്കെ വെള്ളമാവും. അപ്പോൾ തുടയ്ക്കാൻ പറ്റുന്ന സ്ഥലത്തിൽ സോഫയിലൊന്നും ഇരുന്ന് ചെയ്യരുത്, ഇതൊക്കെ വെള്ളമായിപ്പോൾ. കുഴപ്പമില്ലാത്ത സോഫയാണെന്ന് വെച്ചാൽ, വെള്ളമായാലും കുഴപ്പമില്ലാത്ത സോഫയാണെന്ന് വെച്ചാൽ നോക്കിക്കോ. പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ചീത്ത വെള്ളാണ്ട് ഇരിക്കണേ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കേട്ടോ, വെള്ളം മുക്കിയിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ പിന്നെ വെള്ളം താഴേക്ക് വെള്ളമായതുകൊണ്ട് നമുക്ക് അന്യൊക്കെ അങ്ങനെ ഇതാക്കി കൊടുക്കാം. ഇതേ സ്ഥലത്തിലൊന്ന് വെച്ചു. ഈ പാട്ട് ഞാൻ വയ്ക്കുന്നതല്ല കേട്ടോ, എൻ്റെ അനിയൻ അവിടെ TV കണ്ടുകൊണ്ടിരിക്കുന്നു. അയ്യോ, പകുതി മുക്കാലും പേർന്നു കേസ് ഇങ്ങനെ ആക്കുമ്പോഴേക്കും. അത് വെള്ളമില്ലാത്ത തന്നെയാണ് കേട്ടോ പേർന്ന് വരുന്നത്. എൻ്റെ ഡ്രസ്സൊക്കെ വെള്ളം നനഞ്ഞു കേസ് ഇല്ല കേട്ടോ. നല്ല രസമുണ്ട് കേസ് ഞാനിടാൻ. സൂപ്പർ പാട്ട്.
സ്കൂള് തുറക്കണം ഗൈസ്. അത് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് സ്കൂളിൽ പോകണത് ഇഷ്ടമാണ് കേട്ടോ. ഞാൻ മൂഡ് ഓഫ് എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഒരു സ്ഥലത്തിൽ പോയിട്ട് വന്ന കാരണമാണ് കേട്ടോ. ഒരു സ്ഥലത്തിൽ പോയിട്ട് വന്നതാണ്. ഇത് ഞാൻ വെറുതെ പൊട്ടിച്ചാണ് കേട്ടോ. ഒരു സുഖമില്ല ഗീസ് വരുമ്പോൾ പൊട്ടിക്കുമ്പോൾ. ഇത് നന്നായി ഒട്ടും വേണം, അതേപോലെ നല്ല കട്ടി വേണം, ഇല്ലെങ്കിൽ കൊള്ളാം. ഞാൻ പറഞ്ഞേക്കാം, നല്ല കട്ടി വേണം, പറഞ്ഞാൽ നല്ല കട്ടി വേണം. കണ്ടോ?
വേണം ഗൈസ്. അയ്യോ, ഞാൻ കുറേ നേരമായിട്ട് ഒന്നും മിണ്ടുന്നില്ലല്ലോ. പിന്നെന്താ അല്ലേ? മിണ്ടണം ഗൈസ്, മിണ്ടണം. മിണ്ടാ ഗൈസ്. പണികളൊക്കെ ഒന്ന് തീർന്നിട്ട് ഉഷാറായിട്ട് നമുക്കൊന്നും ഇത് സത്യം ഞാൻ ചെയ്യുമ്പോൾ ആദ്യം വിചാരിച്ചു ഗൈസ് ഭയങ്കര സിമ്പിളാണെന്ന്. ഇനിയല്ലേ സംബന്ധിച്ച് സിമ്പിളും കുമ്പിളൊന്നുമല്ല. അല്ല, ഫോണിലൊക്കെ നന്നായി ഇവിടെ വെക്കാം ഗൈസ്. ഇത് ഇങ്ങനെ വളയ്ക്കണം, എന്നിട്ട് ഒട്ടിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ അടിപൊളിയാണ്. ഇതില്ലോ ഞാൻ വിചാരിച്ചത് ഇതേ അല്ല ഗൈസ്.
ഐ തിങ്ക് ഗൈസ് ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ സൂപ്പർ ആവുന്നതാണ്. ഞാൻ കണ്ട എല്ലാ വീഡിയോസിലുണ്ടല്ലോ ഒക്കെ സക്സസ് ആയിരുന്നു. ഇപ്പം എൻ്റെ അവസ്ഥ എന്താണോ ആവോ. ഇതുണ്ടല്ലോ ഒരു 5 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. ഇപ്പം തന്നെ അത് എടുക്കുന്നില്ല. അയ്യോ ഇത് അവിടെ നിന്നൊക്കെ പോർന്നു വരുന്നു ഗൈസ്. ഇത് മാറ്റി വയ്ക്കാം. നമുക്കിതൊക്കെ ക്ലീൻ ആക്കണം. വെള്ളം ആദ്യം പോയി മാറ്റാം കേട്ടോ. ഈ പൊട്ടിച്ച ബലൂൺ നമുക്ക് ഡസ്റ്റ് ബിന്നിൽ സെറ്റ്. ഈ വെള്ളം വെള്ളം തുറക്കാം, ഒഴിക്കാം. തുടയ്ക്കാൻ തൊടി എടുത്തിട്ട് നമ്മുടെ പേന Hi guys. 5 മിനിറ്റ് ഇരിക്കട്ടെ ഗൈസ്. അങ്ങനെ എൻ്റെ കാല്
എടുക്കാം സെറ്റ്. ഇത് നന്നായി ഉണങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ സാധനം സെറ്റാവും. അപ്പോൾ നന്നായി ഉണങ്ങട്ടെ ഗൈസ്. എൻ്റെ കൈയൊക്കെ നോക്ക് വെള്ളത്തിൽ. അതുവരെ നമുക്ക് വറവെല്ലാം ചെയ്യാം. എൻ്റെ ചെവിയൊന്ന് അടച്ചു ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്കൊരു ട്രൈയും ചെയ്താലോ. എനിക്കില്ലേ ക്ലേ ഉണ്ടാക്കണം എന്നൊരാഗ്രഹം. നമുക്കൊന്ന് നോക്കിയാലോ. പെട്ടെന്നിരിക്കുന്ന ബുദ്ധിയിൽ വരുന്ന ഓരോ സംഭവങ്ങളാണ്. ആദ്യം പൗഡർ ഇട്ട് വെക്കാം. അമ്മ കുറച്ച് വെള്ളം ഒറ്റിച്ചു. കുറച്ച് വെള്ളം ഒത്തിരിയും കൂടെ വെള്ളം, ഇത്തിരിയും കൂടെ പൗഡർ ഇടാം. ഇത്തിരി വെള്ളം. വെള്ളം ഒരു ഇതിൻ്റെ രൂപം വരും കേട്ടോ. ശരിക്കും ഒരു സംഭവം ഇട്ട് പൗഡർ വരുന്നില്ല. നമുക്ക് കൈ കഴുകാം. ഓ ഇതൊക്കെ സൈഡിൽ
കണ്ടോ, 7 രൂപ വരും. ഒന്ന് കൈ കഴുകട്ടെ. ഇല്ലേ തുടയ്ക്കാം ഇവിടെയൊക്കെ. സെറ്റ്. സ്പൂൺ എടുത്തിട്ട് ഞാൻ അപ്പൂപ്പൻ ഉണ്ടാക്കുന്ന പലഹാരങ്ങൾ മാത്രമേ കഴിക്കൂ. അപ്പൂപ്പ പലഹാരങ്ങൾ എപ്പോഴാണ് ഉണ്ടാക്കുന്നേ? കൂട്ടുകാരെ, ഇന്ന് ദീപാവലിയാണ്. രാത്രിയിൽ ആരൊക്കെയാ പടക്കം പൊട്ടിക്കാൻ വരുന്നത്? എനിക്ക് ആ പൂക്കുച്ചിന്ന് പറയില്ലേ, അതാ കൂടുതൽ ഇഷ്ടം. ശബ്ദങ്ങൾ കേൾക്കുന്ന പടക്കമൊന്നും എനിക്ക് കൂടുതൽ ഇഷ്ടമല്ല. ഇന്ന് ദീപാവലിയാണ് മോനെ. ഇന്ന പൈസ പോയി പടക്കം വാങ്ങിച്ചോ കേട്ടോ. താങ്ക് യു അപ്പൂപ്പ. ഹായ്, കളറ് ഒരു സൂപ്പർ കളറ്. എനിക്ക് തോന്നുന്നു, എനിക്ക് ഇഷ്ടമായി. വണ്ടി അവന്റെ ക്രാക്കേഴ്സ് തിരിച്ചു കൊടുത്തേക്ക്. കൊടുക്കാനാ പറഞ്ഞല്ലോ. നീ പോയി നിന്റെ ജോലി നോക്ക്. ഇനി ഈ വിക്കാലിനെക്കാളും ദേഷ്യം വന്നാലുണ്ടല്ലോ, പിന്നെ നിന്റെ ചാപ്റ്റർ അങ്ങ് ക്ലോസ് ചെയ്ത് കളയും. ഇത്ര വലിയൊരു റോക്കറ്റോ? ഈ റോക്കറ്റ് ഞാൻ തന്നെയാണ് കത്തിക്കാൻ പോകുന്നത്. നീ ഇപ്പോഴും തീരെ ചെറിയ കുട്ടിയല്ലേ? ഓക്കെ, ഇത് സ്പൂണ് വെച്ചടക്കാറൊന്നും സത്യം പറഞ്ഞാൽ ശരിയാവില്ല. ഇതിൻ്റെ കറക്റ്റ് പൊസിഷൻ എത്രയാണെന്നറിയില്ല. ഇത് എനിക്ക് പെട്ടെന്ന് തോന്നിയ ഓരോ കുത്തുബുദ്ധികളാണ് കേട്ടോ, അല്ലാതെ എനിക്ക് ഉണ്ടാക്കാൻ അറിഞ്ഞിട്ടൊന്നുമല്ല. ഇപ്പം ഏകദേശം ഒരു ക്ലെയിൻ്റെ രൂപം വന്നിട്ടുണ്ട്. ഈ രൂപം വന്നിട്ട് ഈ രൂപം അങ്ങനെ കുറച്ചും കൂടെ പോയിട്ട് ഒരു ജോലി നീ മര്യാദക്ക് ചെയ്യുന്നതേ ഇല്ല. നല്ല കുട്ടിയെ മാറ്. ഐ എം വെരി സോറി. ഇങ്ങോട്ട് വാ, ഞാൻ ആ റോക്കറ്റ് ലാൻഡ് ചെയ്യിപ്പിച്ചേക്കാം. എത്രയും പെട്ടെന്ന് എന്നെ താഴെ ഇറക്കി വിട്. എന്റെ പാന്റ് ഇപ്പൊ കത്തുന്ന തോന്നുന്നേ. ഓക്കെ. ഞാൻ ശരിക്കും എന്റെ ജോലി ചെയ്യാറില്ല. ഞാൻ നല്ലൊരു കുട്ടിയല്ലേ അല്ല. നീ വളരെ നല്ല ചെക്കനല്ലേ. ഐ എം വെരി വെരി സോറി. ഞാൻ ശരിക്കൊന്ന് വീട്ടിൽ ചെന്ന് ആലോചിക്കട്ടെ എങ്ങനെ ഒരു നല്ല ചെക്കനാകുവാണ്. ബൈ ബൈ. ഞാൻ നിന്നെ പിന്നീട് ഒന്ന് രക്ഷിക്കാം. ബൈ. നീ എന്തെങ്കിലും ചെയ്തേ, ആദ്യം എന്നെ ഒന്ന് രക്ഷിക്ക്. മറ്റുള്ളതൊക്കെ പിന്നെ ആലോചിക്കാം. അതല്ല, ആദ്യം ഒരു കാര്യം പറ. ഞാൻ എങ്ങനെയാ നല്ല ചെക്കനാവേണ്ടത്? ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആയിരിക്കും. നല്ല കുട്ടിയെന്ന് പറയുന്നതൊക്കെ ശരിക്കും അവൻ ആരെയും ഡിസ്റ്റർബ് ചെയ്യില്ല, ആരെയും ടീസ് ചെയ്യില്ല. നിന്നെ പോലെ മോശമായ ചെക്കൻ എന്ന് പറഞ്ഞാൽ അതിനുള്ള കാരണം ഞാൻ തന്നെയാ. അയ്യോ രക്ഷിക്കേ, രക്ഷിക്കേ. അയ്യോ
കണ്ടീഷൻ ഉണ്ട്. ഇനി നീ ആരെയും ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്യരുത്. അല്ലെങ്കിൽ അങ്ങോട്ട് നോക്കാം മുതലുകൾ നിന്നെ തിന്നാൻ റെഡി ആയിരിക്കാം. പ്ലീസ് എന്നെ ഒന്ന് രക്ഷിക്കൂ പ്ലീസ്. ഐ പ്രോമിസ് ഞാൻ ഇനി ഒരിക്കലും ആരെയും ഡിസ്റ്റർബ് ചെയ്യില്ല. പ്ലീസ് എന്നെ ഒന്ന് രക്ഷിക്കൂ പ്ലീസ് പ്ലീസ്. ഇതാണ് ഗൈസ് നമ്മുടെ ക്ലേ. നമുക്ക് വേണ്ട സമയത്തിൽ എടുക്കുക, ഉണ്ടാക്കുക, ഉണക്കുക, വെക്കുക, സാധനം റെഡി. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ വണ്ടിയോടാണോ നിന്റെ കളി? ഇവനൊന്നും ഒരിക്കലും നന്നാവില്ല. കുറച്ചും കൂടെ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ക്ലേ റെഡി ഗൈസ്. ഞാൻ വിചാരിച്ചതേ ഇല്ല ഗൈസ് നമ്മുടെ ക്ലേ റെഡി ആവുന്നത്. ഇനി നമുക്കിത് വേണ്ട സമയത്തിൽ എടുക്കാം, വേണ്ടത് ഉണ്ടാക്കുക, ഉണക്കാൻ വയ്ക്കാം. അത്ര ഒരു പരിപാടി. പിന്നെ നമുക്ക് നോക്കാമോ? ഞാൻ ഒന്ന് കൈ കഴുകിയിട്ട് വരട്ടെ. എന്നിട്ട് സംഭവം നമ്മുടെ ബലൂൺ എന്തായി നോക്കണ്ടേ. കൈ കഴുകിയിട്ട് വരാം. ഇന്ന് വൈകുന്നേരത്തോടുകൂടി എല്ലാ കുട്ടികൾക്കും ദീപാവലി ആശംസകൾ നേരാൻ പുസ്തകൻ ചൗക്കയിലേക്ക് വരുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അവൻ തന്നെയാണ് ഈ ലീഫ്ലെറ്റ് എല്ലാവർക്കും കൊടുത്തിരിക്കുന്നത്. എല്ലാവർക്കും മെസ്സേജ് കൊടുത്തിരിക്കുകയാണ്. ദീപാവലി കുട്ടികൾ വിഷയം വരുത്തുന്നു. അത് നിങ്ങൾ സംബന്ധിച്ചത് എങ്ങനെ കണ്ടത് ചെയ്യാൻ പറ്റൂ. പഠിച്ചോ. ഇനി നമുക്കിനി ബലൂൺ എന്തായി നോക്കാം. ഏകദേശം ഉണങ്ങി. സംഭവം ഉണങ്ങിയിട്ടില്ല. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഉണങ്ങട്ടെ, ഒരു 5 മിനിറ്റും കൂടെ ഉണങ്ങട്ടെ. ഇനി അതുവരെ എന്ത് ചെയ്യാനാണ്? വേണ്ട, ഇത് ചെയ്യാം. ഇത് ഉണക്കാൻ വെച്ച് കഴിഞ്ഞാൽ സംഭവം പിടി. സംഭവം ശരിയായിട്ടില്ല കേട്ടോ. കണ്ടോ? സംഭവം ഇതാണ് ഗൈസ്. ഞാനൊന്ന് ഫുൾ കുഴപ്പമില്ല. എൻ്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ ഒന്നുമില്ല. പിന്നെ വേണമെങ്കിൽ എൻ്റെ അടി ഒന്ന് മടക്കുക. വെള്ളം അയ്യോ പോയി കേട് വന്നു ഗൈസ്. ഇത് സംഭവം ഫുള്ളാണ്. ഇത്തിരി കൂടെ ഉണങ്ങി ഇനി സാധനം സെറ്റായേ. പിന്നെ ഇത്തിരി കട്ടിയും കൂടെ ഉണ്ടെങ്കിൽ സാധനം സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നത്തെ വീഡിയോ ഇത്രയല്ലോ. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.